യോഹന്നാൻ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന്. രണ്ടാമത്തെ മനുഷ്യനായ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നുള്ളവായവനെന്ന്. അപ്പോൾ സ്വർഗത്തിന്റെ സ്വഭാവ സവിശേഷതയുള്ളവനത്ര രണ്ടാമത്തെ മനുഷ്യൻ. അപ്പോൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് കാണുന്നു. എന്താണ് സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വചനത്തിൽ വ്യക്തമായി പറയുന്നു, ദൈവദൂതന്മാർ 24/7 ഹല്ലേലൂയ ഹോളി ഹോളി എന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അത്ര വചനം പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ പുതിയതായി ജനിക്കണം എന്ന്. ലോകത്തെ അറിയാത്തവരായി ഹല്ലേലൂയ ദൈവവുമായി ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം അത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുഖം ഹല്ലേലൂയ അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു വസ്തുത കൂടി ഉണ്ട് അത്ര, ദൈവത്തിന്റെ പ്രകാശിതമായ മുഖത്ത് നോക്കുന്നവരുടെ മുഖവും പ്രകാശിതമായി തീരുമെന്ന് വചനം പറയുന്നു. അതേ ദൈവത്തിലെ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മുഖം പ്രകാശിതമായി തീരുമത്രേ. നമ്മൾ അവന്റെ സാന്നിധ്യത്തിനു വേണ്ടി അതീവ ആഗ്രഹമുള്ളവരായിരിക്കണം അത്രേ.